Hello Makale, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് സർ SSLC ഫിസിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കണോ? ഓൾസോ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം? ഫുൾ ഇങ്ങനെ വെറുതെ വായിച്ചാൽ മതിയോ? ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ A+ കിട്ടുമോ? അങ്ങനെ പല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരൊറ്റ ഉത്തരമായിരിക്കും അല്ല പല ഉത്തരങ്ങളായിരിക്കും ഈ ഒറ്റൊരു വീഡിയോയിൽ ഉണ്ടാകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണാം. ഓൾസോ ഇതുപോലെ കുറേ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും, ലൈവുകൾ വരുന്നതായിരിക്കും. അതൊക്കെ മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഓണാക്കി ഇടുക, നോട്ടിഫിക്കേഷൻ എനേബിളും ചെയ്ത് വെക്കുക. ഓക്കെ, റെഡി? ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. SSLC ഫിസിക്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണോ? തീർച്ചയായിട്ടും വായിച്ചിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അതാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ SSLC ഫിസിക്സ് പഠിക്കുമ്പോൾ, ഫിസിക്സ് മാത്രമല്ല ഏത് SSLC പഠിക്കുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിന് ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, പ്രത്യേകിച്ച് ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഉപയോഗിക്കണം. ഇനി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബ്ലൈൻഡായിട്ട് വെറുതെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് നമുക്ക് SSLC ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എടുക്കാം. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് വെച്ചാൽ പറയുന്നത്, മലയാളം മീഡിയം സെയിം ആണ്, ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ എടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ പിക്ചറും കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ SSLC ഫിസിക്സ് മാത്രമല്ല ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും മാത്സിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതിൽ കൂടുതലും അതേ സ്റ്റേറ്റ് സിലബസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇതിൽ കൂടുതലും ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയും നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റിൻ്റെ ഉത്തരം പറയേണ്ട വിധത്തിലാണ് ഇതിൻ്റെ ഒരു മൊത്തം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളിപ്പോൾ നാളെ സ്കൂളിലൊന്നും പോകുന്നില്ല, ട്യൂഷനും അങ്ങനത്തെ എക്സാമിനർ ക്ലാസ് ഒന്നും കാണാണ്ട് ഈ ബുക്ക് വെച്ച് മാത്രം പഠിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ പഠനം അത്ര നന്നായിരിക്കണം എന്നില്ല. കാരണം ഇതിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടില്ല, കുറേ നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ആദ്യം തന്നെ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങാതെ, അല്ലെ നിങ്ങൾ എവിടെയും നിങ്ങൾ ട്യൂഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ്സും കാണാതെ വെറുതെ പോയി ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തെറ്റൊന്നും അതിലില്ല. പക്ഷേ കാര്യമായിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നാണ് ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് എപ്പം ഈ ബുക്ക് ഉപയോഗിക്കും. അപ്പോൾ അതിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുതരാം. നിങ്ങളുടെ എക്സാമിനറിൻ്റെ SSLC ബാച്ചിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, ലക്ഷ്യ ബാച്ചിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, നിങ്ങൾ ഇതിന് മുൻപ് നമ്മുടെ ഓറിയൻറ്റേഷനിൽ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക, ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഉള്ളിൽ വരുന്നു, ആപ്പിൻ്റെ ഉള്ളിൽ വരുന്നു. ലക്ഷ്യ ബാച്ചിൻ്റെ ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് മൊത്തം നിങ്ങൾ കാണുന്നു. അപ്പോൾ ഞാനായിരിക്കും ക്ലാസ് എടുത്തിട്ടുണ്ടാവുക. അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് ആസ്പദമാക്കിയുള്ള ക്ലാസ് തന്നെയായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് വിഴുങ്ങാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ രൂപത്തിലല്ല, സാധനം സെയിം ആണെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ആ ക്ലാസ്സുകൾ മൊത്തം നിങ്ങൾ കാണുക. അത് മൊത്തം കണ്ടതിന് ശേഷം അപ്പോൾ നിങ്ങൾ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു, നിങ്ങൾ അത്യാവശ്യം ഒരു 90% ആ ചാപ്റ്റർ നിങ്ങൾ മാസ്റ്റർ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചപ്പോൾ കോൺസെപ്റ്റ് എന്താണ്, ഫസ്റ്റ് തന്നെ വരാൻ പോകുന്നതാണ് എനർജി കൺവേർഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഈ ടേബിളൊക്കെ ചെയ്തതാണ് ക്ലാസ്സിൽ, അപ്പോഴത്തേക്കും ചെയ്തിട്ടുണ്ടാകും ക്ലാസ്സിൽ. എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ PDF കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ബൈ ദ വേ ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ജസ്റ്റ് എന്താണ്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് SSLC ഫിസിക്സ് SCRT ടെക്സ്റ്റ് ബുക്ക് PDF അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങുക, അല്ലാണ്ട് ബുക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അപ്പോൾ അത് ഓൾറെഡി പഠിപ്പിച്ചല്ലേ, അപ്പോൾ ഒന്ന് ഫില്ലൊക്കെ ചെയ്യുക. ഓക്കെ, ഒന്ന് ചെയ്തൊക്കെ നോക്കുക, അപ്പോൾ ഓർമ്മയിൽ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവും. എന്നിട്ട് ഫുള്ള് വായിക്കുക, നിങ്ങൾ വെറുതെ വായിക്കുക. അപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, സയൻസ് ഡയറിയിൽ എഴുതാനൊക്കെ പറയും. അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലെടുക്കും, ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ക്ലാസ്സിലെടുക്കില്ല. സോ നിങ്ങൾക്ക് വെറുതെ ചിന്തിക്കാം, നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. ദ ഹീറ്റിംഗ് എഫക്റ്റ് വീണ്ടും ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉത്തരങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം, കൂടെ നിങ്ങൾ കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വായിച്ച് പോവുക. അപ്പോൾ ഈ വിധത്തിൽ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളാണ്.
ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്യാം. ഇനി സാർ ഞാൻ എക്സാമിനറിന് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടിയാണെങ്കിലോ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തീർച്ചയായും ഇപ്പോൾ വായിച്ച് തുടങ്ങാം, അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് തുടങ്ങാം. ഓൾസോ നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ ബേസിക്സ് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത് വായിച്ചു തുടങ്ങാം. ഇനി അതല്ല, കുറച്ചും കൂടി ബെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പോൾ ടീച്ചർ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടീച്ചറിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം ഓരോ ദിവസവും എത്രയാണോ ടോപ്പിക് എടുത്ത് അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്താണ് ആ ഭാഗത്തിൻ്റെ എടുത്ത് നോക്കുക, മനസ്സിലാക്കുക, കൃത്യമായിട്ട് ആൻസേഴ്സൊക്കെ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതല്ല, ഇനിയിപ്പം നിങ്ങൾ ട്യൂഷനൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി, ഈ പെട്ടികളൊക്കെ വായിക്കുക. ഓക്കെ, എക്സാമിന് വരുമോ ഇല്ലയോ എന്നൊന്നും തൽക്കാലം കുറേ ചിന്തിക്കണ്ട, നിങ്ങളത് മൊത്തം വായിക്കും, തൽക്കാലം വായിച്ചാൽ മതി. ഓക്കെ, റെഡി? അപ്പോൾ ഇതൊക്കെ വായിക്കുക, അതൊക്കെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ഒന്നും കൂടി ബെറ്റർ ആവും. ഓക്കെ, ഇങ്ങനെ വായിച്ച് പോവുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യണം, അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പം ക്ലാസ്സിൽ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഹോംവർക്ക് പോലെ ഒന്നും കൂടി ചെയ്യാം. ഇനി എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിലില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടീച്ചർ എന്തായാലും നിങ്ങൾക്ക് ഇത് ഒന്നെങ്കിലും നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിട്ട് ഇതിൻ്റെ ആൻസർ പിന്നീട് പറഞ്ഞു തരും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിന് ആൻസേഴ്സ് എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, ആൻസേഴ്സ് കണ്ടുപിടിക്കണം. അത് അറിയില്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. ലക്ഷ്യ ബാച്ചിലാണ് നമ്മുടെ ആപ്പിൽ ഓൾറെഡി ഉണ്ടാവും, അത് ഞാൻ വീണ്ടും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ട്യൂഷന് പോവുകയാണെങ്കിൽ ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുക, സ്കൂളിൽ പോവുകയാണെങ്കിൽ സ്കൂൾ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുക. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി ഈ ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക SCRT ഫിസിക്സ് ക്ലാസ് 10 അല്ലെ SSLC സൊല്യൂഷൻ എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കിട്ടും. അപ്പം സംശയങ്ങളുണ്ട്, ഒബ്വിയസ്ലി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കണം. അങ്ങനെ അതുപോലെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ശരിക്കും പ്രാക്ടിക്കലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ ഇതിന് ആൻസേഴ്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങളുടെ എക്സാം പേപ്പറിൽ, പബ്ലിക് എക്സാമിൻ്റെ പേപ്പറിലോ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിൻ്റെ പേപ്പറിലോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ടേബിളൊക്കെ ആണെങ്കിൽ, ഈ എക്സ്പെരിമെൻ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ വീണ്ടും നമ്മൾ എടുത്തിട്ടുണ്ടാവും. അതല്ല, നിങ്ങൾ നമ്മുടെ ബാച്ചിലില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, സ്കൂളിൽ ടീച്ചർ എടുക്കുമ്പോൾ അത് എന്തായാലും പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടീച്ചറിന് പോയി ചോദിക്കുക, അതിനൊരു മടിയും കാണിക്കരുത്. ഓക്കെ, ടീച്ചറെ ഇതിൻ്റെ ആൻസർ എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്ത് വേണേൽ പരീക്ഷ ചോദിക്കാം. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, എവിടെ നിന്ന് വേണേൽ അവർക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള മിനിമം കാര്യമാണ്. അത് പഠിച്ചുകൊണ്ട് മാത്രം ഫുൾ മാർക്ക് കിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. പക്ഷേ ഇത് മിനിമം ആണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ, ഇതൊക്കെ വായിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ്സിന് ശേഷം ചെയ്താൽ മതി. അതിൻ്റെ മുൻപ് നിങ്ങളിത് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതാണ് സംഭവം. ഓക്കെ, ഈ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ എക്സ്പെരിമെൻറ്റ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ പഠിപ്പിച്ചിട്ട് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തു, അല്ല ഈ എക്സ്പെരിമെൻറ്റ് വായിച്ചിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റും നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയവർ എന്താ വിചാരിക്കുന്നത് അറിയോ, നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ആ ചെയ്ത റിസൾട്ട് വെച്ചിട്ട് ഈ ആൻസേഴ്സ് പറഞ്ഞ് അതിലൂടെ നിങ്ങൾ ആ കോൺസെപ്റ്റ് പഠിക്കുന്നതാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഈ എക്സ്പെരിമെൻ്റ് ആര് ചെയ്യാൻ പോകും? ഇവിടെ ഒരു നിക്രോമിൻ്റെ വയറും കോപ്പറിൻ്റെ വയറും ഒക്കെ എടുത്തുപയോഗിച്ച് സെയിം ലെങ്ത്തും കാര്യങ്ങളും വേണം. ഈ മൊത്തം റിയോസ്റ്റാറ്റും 6 വോൾട്ട് ബാറ്ററി, നമ്മുടെ സെല്ലും ബാറ്ററിയും അതുപോലെ അമ്മീറ്ററൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്കൂളിൽ ഓബ്വിയസ്ലി ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം, പക്ഷേ എല്ലായിടത്തും വെച്ച് ചെയ്യുമോ? ഇല്ല. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യാൻ നോക്കിയാലുള്ള പ്രശ്നം അതാണ്. കാരണം ഇതിലൊന്നും കൊടുത്തിട്ടില്ല, എന്തായിരിക്കണം ആൻസർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ എടുത്തില്ലെങ്കിൽ ചോദിച്ച് ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ സോൾവ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചിലത് ആൻസേഴ്സ് കൊടുക്കാത്തതുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മൊത്തം വായിച്ചിരിക്കണം. ഇനി ഇങ്ങനെ സാർ ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഞാൻ വായിച്ചു, ഇതിൽ വീണ്ടും ഞാൻ പറയണം ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്, ഇതിൻ്റെ ഒന്നും ആൻസർ ഇവിടെ കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ ഇതിന്ന് മാത്രം വേണമെങ്കിൽ ചോദ്യങ്ങൾ എടുത്ത് പിക്ക് ചെയ്തിട്ട് അവർക്ക് ചോദിക്കാം, അതേപോലെയോ നമ്പറൊക്കെ മാറ്റിയിട്ട് ചോദിക്കാം. സോ ഈ ആൻസേഴ്സൊക്കെ കണ്ടുപിടിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബാച്ചിലാണെങ്കിൽ അത് ഓൾറെഡി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക.
ഞാൻ പറഞ്ഞു പല പല റിസോഴ്സ് ടീച്ചേഴ്സ് ട്യൂഷൻ ടീച്ചേഴ്സിൻ്റെ അത് ഇനി അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെയും കണ്ടുപിടിക്കാം. പല പല വെബ്സൈറ്റ്സിൽ ഇതിൻ്റെ സൊല്യൂഷൻ മൊത്തത്തിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാം. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ, ആർക്കും ഒരു ചിലവില്ലാണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിക്കുക. മൊത്തം വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സാർ അപ്പം ക്ലാസ് കേട്ടു, ലക്ഷ്യ ബാച്ചിൻ്റെ ക്ലാസ്സോ അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ്സോ എവിടത്തേലും ക്ലാസ് കേട്ടു, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, അതിലുള്ള കാര്യങ്ങളും നോക്കുന്നു, സൈഡിലുള്ള പെട്ടികളും വായിക്കുന്നു, ക്വസ്റ്റ്യൻസും ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒന്നും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കാം, അത് വേറെ കാര്യം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞോ? എനിക്ക് ഈ ചാപ്റ്ററിൽ നാളെ ഏത് ചോദ്യവും പബ്ലിക് പരീക്ഷ, ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതായത് ടെക്സ്റ്റ് ബുക്ക് മാത്രം നിങ്ങൾ പഠിച്ച് പോയി കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം ലെറ്റസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്, അതിൽ കുറേ ചോദ്യങ്ങളുണ്ട്, അതും നിങ്ങൾ ചെയ്യണം. ലക്ഷ്യ ബാച്ചിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലെറ്റസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടാവും, അതിൽ ഫുൾ ആൻസേഴ്സ് ഉണ്ടാവും. അതല്ലാണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് ഓൺലൈൻ കിട്ടും. ഓക്കെ, പക്ഷെ അതും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ സ്റ്റെപ്പ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാനുള്ള അവസാനത്തെ സ്റ്റെപ്പായിരിക്കും മക്കളെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ. അതും കൂടി നിങ്ങൾ ചെയ്താൽ പരിപാടി സെറ്റ്. സാർ എന്താ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ? മക്കളെ മുൻ പരീക്ഷകളിൽ വന്ന, മുൻ പരീക്ഷ എന്ന് പറയുമ്പോൾ അത് പബ്ലിക് എക്സാമിനേഷൻ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓണപരീക്ഷകൾ, ഇതിന് മുൻപ് നടന്ന ഓണപരീക്ഷകൾ, അതുപോലെ ക്രിസ്മസ് പരീക്ഷകൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പം മുൻപ് നടന്ന മുൻ വർഷ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ പഠിക്കുക. ഓക്കെ, ചെയ്ത് പഠിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വീണ്ടും സാർ ഇതെങ്ങനെ ചെയ്യാം? ലക്ഷ്യ ബാച്ചിലുള്ളവർക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇത് അതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഇനിയും വീഡിയോസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് വീക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അടുത്ത വീക്കാകുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ നിങ്ങൾ ഇത് ചാപ്റ്ററിൻ്റെ വീഡിയോസ് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കാണാം. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ നിങ്ങൾ 4 വീഡിയോസ് ഉണ്ടാവും. 1 മണിക്കൂർ, 12 മിനിറ്റ്, 17 മിനിറ്റ്, 1 മണിക്കൂർ. അപ്പോൾ ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ വരെയായിരിക്കും. 2.25 മണിക്കൂർ വരും. ആ 2.25 മണിക്കൂർ കൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ ബാച്ചിലുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കാണുക. ഇനി കാണുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്? അങ്ങനെ ഓരോന്നും ഇങ്ങനെ സിനിമ കാണുന്ന പോലെ കാണരുത്. ഓരോ ചോദ്യവും ഇവിടെ വരുമ്പോൾ ഓക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ചോദ്യം ഉണ്ടോ മാർച്ച് 2022 പബ്ലിക് എക്സാമിൽ വന്ന ചോദ്യമാണ്. ആ ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യരുത്? ഞാൻ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരുന്നൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ക്ലാസ്സിൽ നിന്ന് കണ്ടുപിടിക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് വീഡിയോ പ്ലേ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. വേണമെങ്കിൽ ഇങ്ങനെ നോക്കി ചെയ്താൽ മതി. തീരെ അറിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പ്ലേ ഒക്കെ ചെയ്ത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അതിൻ്റെ ആൻസർ സ്വന്തം ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ അതിൻ്റെ കറക്റ്റാണോ, നിങ്ങൾക്ക് ഞാനായിട്ട് ചെയ്യുന്ന മാച്ചായി വരുന്നുണ്ടോ നോക്കുക. ആ രീതിയിൽ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ 100% സെറ്റായി. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അതിൽ കൂടുതൽ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുക്സെന്നോ അല്ല എക്സാമിനറുടെ ബുക്സെന്നോ അല്ലാത്ത ബുക്സെന്നോ പിന്നെ പല പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് കുറച്ച് ചെറിയ അഡീഷൻസ് ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ക്ലാസ്സിലാണ്. ടെക്സ്റ്റ് ബുക്ക് മോശമാണോ? അല്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് വെച്ച് മാത്രം പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. ബുദ്ധിമുട്ടായിരിക്കും. അല്ല നിങ്ങൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് കുട്ടിയായിരിക്കണം, അല്ലേ പറ്റില്ല. അപ്പോൾ ക്ലാസ് ആയിരിക്കും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് എവിടുത്തെ ക്ലാസ് ആണല്ലോ, സ്കൂളിലെ ക്ലാസ് മാത്രം ഫോളോ ചെയ്യുന്നവർ സ്കൂളിലെ ക്ലാസ് മാത്രം, എക്സാമിനർ ക്ലാസ്സും കൂടെ ഫോളോ ചെയ്യുന്നവർ എക്സാമിനർ ക്ലാസ് എക്സ്ട്രാ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കണം. കാരണം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും വായിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കാനാണ്. കാരണം ചിലപ്പോൾ ഒരു സെൻറ്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ ആ സെൻറ്റൻസ് ചിലപ്പോൾ നമ്മൾ അതേപോലെ നമ്മുടെ ക്ലാസ്സിൽ എടുത്തില്ല എന്നൊക്കെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യാതെയൊക്കെ വരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും എക്സ്ട്രാ വായിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ലക്ഷ്യ ബാച്ചിലെ ക്ലാസ് കേട്ട കുട്ടികൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. ഇനി അതല്ല സ്കൂളിലെ ക്ലാസ് കേട്ടവരും വായിക്കാം. അപ്പോൾ സ്കൂളിലെ ക്ലാസ്സോ ലക്ഷ്യ ബാച്ചിൻ്റെ ക്ലാസ്സോ ഏതാണോ അല്ല രണ്ടിൻ്റെ കോമ്പിനേഷൻ, 2 പേരും കൂടെ ഉണ്ട്, 2ൻ്റെ കോമ്പിനേഷൻ. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ഫുള്ളായിട്ട്. അതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. അതിന് ലെറ്റസ് അസസ്സും കൂടി ചെയ്യുക. അത് നമ്മുടെ ആപ്പിൽ ഉണ്ടാവുന്നതായിരിക്കും. ക്ലാസ് ചാപ്റ്റർ കഴിയുമ്പോൾ അത് വരും. അതിനുശേഷം നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെക്ഷനും കൂടെ നിങ്ങൾ തീർത്താൽ, അത് സ്വന്തം ചെയ്ത് തീർത്താൽ, സ്വന്തം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടണമെന്നൊന്നുമല്ല, സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് ട്രൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല, പക്ഷേ ട്രൈ ചെയ്തില്ലെങ്കിൽ അത് വിഷയമുള്ള കാര്യമാണ്. ട്രൈ ചെയ്യാണ്ടതിൻ്റെ ഉത്തരം നിങ്ങൾ എൻ്റെ ആൻസർ നോക്കി പഠിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പഠിക്കുക. അങ്ങനെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ആ ചാപ്റ്ററിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യം ഫിസിക്സിന് മാത്രമല്ല,
ഫിസിക്സിനും മാത്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. സോഷ്യൽ സയൻസിനും ഏറെക്കുറെ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് ഫിസിക്സിലാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതുപോലെ ബയോളജിയിലും കെമിസ്ട്രിയിലും മാത്സിലും ബാക്കിയുള്ള സബ്ജക്ട്സിലും എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അതും എന്നെ ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അടിച്ച് പൊളിച്ച് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.